എനിക്ക് തോന്നുന്നത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ആണെങ്കിലും അധിക നേരം കിച്ചണിൽ നിന്നിട്ട് കഷ്ടപ്പെടുവാനാണെങ്കിൽ താല്പര്യമില്ലാത്തവരായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ജോലികളും തീർത്തിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങാനായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. അവിയൽ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതുപോലെ എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അവിയലിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ? നമുക്കിതാണെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയൽ അങ്ങ് റെഡിയാക്കിയാലോ. അധികം കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, ചേന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കായ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് പച്ചമുളക്, വലിയ പച്ചമുളക് കേട്ടോ. ആ ഒരു പച്ചമുളക് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ്, കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട്, തക്കാളി. ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഒരു അവിയൽ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഓർക്കും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിയൽ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വിചാരിക്കാൻ. അങ്ങനെയൊന്നും അല്ല. നമുക്കുള്ള എന്താണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ ആണെങ്കിൽ ചേനയോ കായോ ഒന്നും ഇല്ലെങ്കിൽ ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. ഈ ക്യാരറ്റിന് അല്ലെങ്കിൽ ഇതിന് പകരം ഇപ്പം വള്ളിപ്പയറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ കണ്ടായിരുന്നല്ലേ ഞാൻ വെള്ളം എത്രയാണ് ഇതിനകത്തിൽ ഒഴിച്ചേക്കുന്നതെന്ന്. കുറച്ച് വെള്ളമുള്ളൂ. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീയിട്ടേക്കുന്നത്. കുറച്ചൊന്ന് ആ വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലാക്കാം കേട്ടോ. ഇതിനെ അടച്ചു വെച്ച് ഒന്ന് വെന്ത് കിട്ടട്ടെ. ഞാൻ ഇതിൽ കുറച്ച് സവാളയൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അരപ്പാണെങ്കിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അരപ്പിനെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങായും ചെറിയ ജീരകവും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, സവാള ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയ്ക്ക് പകരം ചെറുള്ളി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അരപ്പെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഉപ്പൊക്കെ എപ്പോഴും നമ്മൾ നോക്കണം കേട്ടോ. ചിലപ്പോൾ കൂടിപ്പോയാലോ കുറഞ്ഞു പോയാൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. കൂടിയാലല്ലേ പ്രശ്നം വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ആണെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ അവിയൽ ഇവിടെ റെഡിയാവും. ഞാനൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കും. കാരണം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആണെങ്കിൽ പച്ചമണം മാറി കിട്ടട്ടെ. നമുക്ക് അടച്ചു വെക്കാം. നമുക്കിനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ടേസ്റ്റ് കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. വെളിച്ചെണ്ണയാണ്, അപ്പോൾ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. ഈ സമയത്ത് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നേ.
അധികം ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ? കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. നമുക്കിത് അടച്ചു വെച്ചേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് തൈര് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ തൈര് ആഡ് ചെയ്യാത്തതിന് കാരണം ഓൾറെഡി തക്കാളി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് പുളി ആവശ്യത്തിനുണ്ട്. നമ്മൾ ഇനി ഒത്തിരി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണെങ്കിൽ തൈരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പുളിയാവും. അപ്പോൾ ആ ടേസ്റ്റ് നമുക്കുള്ളതില്ല. ഞാനാണെങ്കിൽ ഇത് ഒത്തിരി ഡ്രൈ ആക്കിയല്ല എടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ മോളൊക്കെ ആണെങ്കിൽ തേങ്ങ അങ്ങനെ കടിക്കുന്ന പോലെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരത് കഴിക്കത്തില്ല. അപ്പം ഞാൻ ഇച്ചിരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ. അന്നേരം ഒരു ലൂസായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പം നമുക്ക് ചതച്ചെടുത്തേച്ചാൽ മതി തേങ്ങയൊക്കെ. നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് അവിയൽ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. വെണ്ടയ്ക്ക ഇടരുത്, അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് വരും. വെണ്ടയ്ക്ക ഇടാതെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ അധികം ഒന്നുമില്ല, ഒരു അവിയൽ തയ്യാറാക്കാനുള്ള പച്ചക്കറികളില്ലെന്ന് വെച്ചാൽ ഉള്ളത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പം ബീട്രൂട്ടും അതുപോലെ വെണ്ടയ്ക്കയൊന്നും ഇടാതെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ആവശ്യാനുസരണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്നൊരു കറി റെഡി ആവുകയും ചെയ്യും, ടേസ്റ്റും ആണ്. അധികം താമസമൊന്നുമില്ല. നമ്മൾ എന്ത് കറി റെഡിയാക്കുന്ന സമയത്തും എല്ലാം റെഡിയാക്കി അരിഞ്ഞെടുത്തെല്ലാം വെച്ച് നമുക്ക് ഇടാനുള്ള പൊടികളും അങ്ങനെയൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ അധികം താമസമൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഒരു ദിവസത്തേന് നമ്മൾ എന്തൊക്കെ കറികളാണ് ചെയ്തെടുക്കേണ്ടതെന്നൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിനുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് പെട്ടെന്ന് പണികൾ തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് ഓടിപ്പോകാം. അപ്പം വീണ്ടും നല്ലൊരു വിഭവമായിട്ട് വരാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട അവിയൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ രുചികരമായ രീതിയിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകണ്ട. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പാചകത്തിൽ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ രുചികരമായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ട് റെസിപ്പീസൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങളത് കാണാൻ മറന്നു പോകണ്ട. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് ഇതുപോലെ സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.